റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 41ാമത്തെ നിയമം ഒരു വലിയ മനുഷ്യനെപ്പോലെ പെരുമാറുക. ഈ നിയമം പറയുന്നത് ഒരു വലിയ മനുഷ്യന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ശ്രമിക്കരുത് എന്നതാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഒരു വലിയ മനുഷ്യന്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടിവരും. നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ച് നിങ്ങളുടെ സ്വന്തം വഴി ഉണ്ടാക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് അധികാരം നൽകും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന തത്വം നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം കണ്ടെത്തുക എന്നതാണ്. ഒരു വലിയ മനുഷ്യന്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ താരതമ്യം ചെയ്യാൻ കഴിയും. നിങ്ങൾ ഒരു താരതമ്യത്തിൽ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ അധികാരം നഷ്ടപ്പെടും. നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ച് നിങ്ങളുടെ സ്വന്തം വഴി ഉണ്ടാക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇത് നിങ്ങൾക്ക് ഒരു നിഗൂഢ നൽകും. നിങ്ങൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്വന്തം വഴി ഉണ്ടാക്കുക. നിങ്ങൾ ഒരു വലിയ മനുഷ്യന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ സ്വന്തം വഴി ഉണ്ടാക്കുക. നിങ്ങളുടെ വ്യക്തിത്വം മാറ്റുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പ്രശസ്തിയെ മാറ്റുക. നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറുമ്പോൾ നിങ്ങളുടെ പ്രശസ്തിയും മാറുന്നു. ഇത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു വലിയ മനുഷ്യന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ സ്വന്തം വഴി ഉണ്ടാക്കുക. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. റോബർട്ട് ഫ്രാൻസിസ് കെന്നഡി. റോബർട്ട് ഫ്രാൻസിസ് കെന്നഡിക്ക് തന്റെ സഹോദരൻ ജോൺ എഫ് കെന്നഡിയെപ്പോലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ റോബർട്ട് തന്റെ സഹോദരനെപ്പോലെ പെരുമാറാൻ ശ്രമിച്ചു. ഇത് കാരണം ആളുകൾക്ക് റോബർട്ടിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. റോബർട്ട് ഒരു വലിയ നേതാവായിരുന്നില്ല. സിനിമ ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോണിന്റെ മകനായ മൈക്കിൾ കൊർലിയോൺ തന്റെ പിതാവിനെപ്പോലെ ഒരു വലിയ മാഫിയ തലവനാകാൻ ആഗ്രഹിച്ചു. എന്നാൽ മൈക്കിൾ ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. മൈക്കിൾ തന്റെ പിതാവിനെപ്പോലെ പെരുമാറിയില്ല. ഈ തന്ത്രം കാരണം മൈക്കിളിന് ഒരു വലിയ അധികാരം നേടാൻ കഴിഞ്ഞു. ചരിത്രം. ജോസഫ് സ്റ്റാലിൻ. ജോസഫ് സ്റ്റാലിൻ വ്ളാഡിമിർ ലെനിന്റെ സ്ഥാനം ഏറ്റെടുത്തു. എന്നാൽ സ്റ്റാലിൻ ലെനിനെപ്പോലെ പെരുമാറിയില്ല. സ്റ്റാലിൻ ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. ഈ തന്ത്രം കാരണം സ്റ്റാലിന് വലിയ അധികാരം നേടാൻ കഴിഞ്ഞു. സിനിമ. ഹാരി പോട്ടർ. ഹാരി പോട്ടർ വോൾഡ്മോർട്ടിനെ നേരിടാൻ ശ്രമിച്ചപ്പോൾ ഹാരി വോൾഡ്മോർട്ടിനെപ്പോലെ പെരുമാറിയില്ല. ഹാരി ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. ഈ തന്ത്രം കാരണം ഹാരിക്ക് വോൾഡ്മോർട്ടിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. ചരിത്രം. അക്ബർ ചക്രവർത്തി. അക്ബർ ചക്രവർത്തിക്ക് തന്റെ പിതാവ് ഹുമയൂണിനെപ്പോലെ ഒരു വലിയ രാജാവാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അക്ബർ ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. അക്ബർ തന്റെ പിതാവിനെപ്പോലെ പെരുമാറിയില്ല. ഈ തന്ത്രം കാരണം അക്ബറിന് വലിയ അധികാരം നേടാൻ കഴിഞ്ഞു. സിനിമ. ബാഹുബലിയിലെ മഹേന്ദ്ര ബാഹുബലി. ബാഹുബലി തന്റെ പിതാവ് അമരേന്ദ്ര ബാഹുബലിയെപ്പോലെ ഒരു രാജാവാകാൻ ആഗ്രഹിച്ചു. എന്നാൽ മഹേന്ദ്രൻ ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. മഹേന്ദ്രൻ തന്റെ പിതാവിനെപ്പോലെ പെരുമാറിയില്ല. ഈ തന്ത്രം കാരണം മഹേന്ദ്രന് വലിയ അധികാരം നേടാൻ കഴിഞ്ഞു. ചരിത്രം. ഫ്രാൻസിസ് ഡ്രേക്ക്. ഫ്രാൻസിസ് ഡ്രേക്ക് ഒരു സാധാരണക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു വലിയ നാവികനായി സ്വയം സൃഷ്ടിച്ചു. ഡ്രേക്ക് ഒരു വലിയ മനുഷ്യനെപ്പോലെ പെരുമാറി. ഈ തന്ത്രം കാരണം അദ്ദേഹത്തിന് വലിയ പ്രശസ്തി നേടാൻ കഴിഞ്ഞു. സിനിമ. ദി ലോർഡ് ഓഫ് ദി റിംഗ്സ്. ഈ സിനിമയിലെ അരഗോൺ എന്ന കഥാപാത്രം തന്റെ പൂർവികരെപ്പോലെ ഒരു രാജാവാകാൻ ആഗ്രഹിച്ചു. എന്നാൽ അരഗോൺ ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. അരഗോൺ തന്റെ പൂർവികരെപ്പോലെ പെരുമാറിയില്ല. ഈ തന്ത്രം കാരണം അരഗോണിന് ഒരു വലിയ അധികാരം നേടാൻ കഴിഞ്ഞു. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു വലിയ നേതാവിനെപ്പോലെ സ്വയം സൃഷ്ടിച്ചു. ചർച്ചിൽ ഒരു വലിയ മനുഷ്യനെപ്പോലെ പെരുമാറി. ഈ തന്ത്രം കാരണം അദ്ദേഹത്തിന് രണ്ടാം ലോകമഹായുദ്ധത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയെ ചികിത്സിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു വലിയ ഡോക്ടറെപ്പോലെയാണ് പെരുമാറിയത്. എന്നാൽ ഡോക്ടർ സണ്ണി ഒരു പുതിയ വ്യക്തിയായി സ്വയം സൃഷ്ടിച്ചു. ഡോക്ടർ ഒരു വലിയ മനുഷ്യനെപ്പോലെ പെരുമാറിയില്ല. ഈ തന്ത്രം കാരണം അദ്ദേഹത്തിന് ഗംഗയെ ചികിത്സിക്കാൻ കഴിഞ്ഞു.